കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ലൈവ് അപ്ഡേറ്റുകളൊന്നും നമ്മൾ ഇട്ടിരുന്നില്ല. ഇടാതിരുന്നത് നമ്മൾ ലൈവ് കാണാനിട്ടല്ല കേട്ടോ, അതിവിടെ ഓൺ ആയിരുന്നു. കാര്യമായിട്ടൊന്നും കണ്ടന്റ് ആയിട്ട് എടുത്തു പറയാനില്ല, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. ഇത് ഞാൻ പറയുന്നത് ഈ ഒരു ഒറ്റ ദിവസത്തെ കാര്യമല്ല, ഈ ഒരു ആഴ്ച എടുത്ത് നോക്കിയാൽ എന്താണ് ആ വീട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. ജിൻഡോയുടെ ഒരു ടിഷ്യൂ പേപ്പർ വിഷയം മാത്രം ഉണ്ട് എടുത്തു പറയാനായിട്ട്, അതല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ സിബിനെ തളർത്തി അവിടുന്ന് പുകച്ച് പുറത്താക്കിയതാണ് ഈ സീസണിൽ ഷോ ഡയറക്ടറും ക്രൂവും ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയും. കഴിഞ്ഞ ഒരാഴ്ച അവിടെ കണ്ടന്റ് ചാകര ഉണ്ടായത് സിബിൻ എന്നൊരു ഒറ്റയാൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. ഈ ആഴ്ച സിബിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും പഴയപടി ജബ്രി കോംബോ വെറുപ്പിക്കല്, പിന്നെ എന്താണ് ജിൻഡോ റസ്മിൻ തർക്കങ്ങള്, ഇതൊക്കെ ആയിട്ട് ഉറങ്ങി തീർത്ത ഒരാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പവർ ടീം ആണെങ്കിൽ അയ്യോ എന്തൊരു പഴമേങ്ങിയ പവർ ടീമാണ് ഇത്. ഋഷി ശരണ്യം ഗബ്രിയൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെയാണ് പവർ റൂമിൽ നിൽക്കുന്നത്, വെറുതെ നോമിനേഷനിൽ സേഫ് ആവുമെന്ന് ഓർത്തിട്ട. ഋഷി ശരണ്യ എന്താണ് കാണിക്കുന്നത്, ശ്രീരേഖ എന്താണ് കാണിക്കുന്നത്, ഒന്നും തന്നെ ഇല്ല. പവർ ടീം എന്ന് പറഞ്ഞാൽ ഒരു പവറും കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല. ഈ ആഴ്ച ലൈവ് പ്രേക്ഷകർക്ക് ഒരു ആശ്വാസമേകിയത് ജിൻഡോ മാത്രമാണ്. ജിൻഡപ്പൻ ഇല്ലായിരുന്നെങ്കിൽ ഉറങ്ങിപ്പോയനെ ലൈവൊക്കെ. പിന്നെ ടാസ്കുകൾ അതൊക്കെ നല്ലതായിരുന്നു, അതാണ് പറഞ്ഞത്. ജിൻഡോയും പിന്നെ ടാസ്കും അല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു ലൈവിലൊന്നും ഈ ഒരാഴ്ച. ഇന്നത്തെ ആ ഒരു കോയിൻ ടാസ്ക് തുടങ്ങാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്, അതല്ലാതെ ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നില്ല വേറെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. പിന്നെ ക്യാപ്റ്റൻസിയും ജയിലും ഒക്കെ വരാനുണ്ട്, അതും എന്താവുമെന്ന് കണ്ടറിയാം. ഒന്നും ഇല്ലാത്തൊരു ഉറങ്ങി തീർത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് എല്ലാവരും ക്യാപ്റ്റൻസിക്കും ജയിലിനും ഒക്കെ ആരൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത് കാണാൻ എനിക്ക് പേഴ്സണലി നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.